അത് ശരി, കുളിക്കാൻ പോയിരിക്കായിരുന്നല്ലേ? ഞാൻ എവിടൊക്കെ നോക്കി. എന്തിനാ? അല്ല, രാവിലെ എഴുന്നേറ്റ് ഐശ്വര്യമുള്ള ഒരു മോകാണല്ലോ തോന്നിട്ടാ. സീതയ്ക്കെന്തോ എന്നോടൊരു വിഷമം. ഞാൻ സാധാരണ ലോറിക്കാരെ പോലൊന്നുമല്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശ മതി. എനിക്ക് പോണം. ഞാൻ ഉപദ്രവിക്കുന്നില്ല, ഇല്ലായ്മയെന്ന് വന്നോണേ. ഞാൻ ഇപ്പൊ ഈ നിലയിലെത്തിയത് എന്റെ മനസ്സിൽ വന്നുകൊണ്ടാ. സീതയെ കണ്ടതിൽ തന്നെ എന്തോ എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരടുപ്പം. സീതയുടെ പലതും എനിക്ക് പറയാനുണ്ട്. വഴി മാറുന്നുണ്ടോ? ദേഷ്യാണല്ലേ? ശരി, പോയിക്കോ. ഇറച്ചിക്കറി ഒന്നും എടുക്കട്ടെ മോളെ. അമ്മാവിന് ഒരു ഇറച്ചിയും കൂടെ കൊണ്ടു കൊടുക്ക. ഒരു മീൻ മറന്നുകൂടെ കൊടുക്കരുത്. ഞാൻ ആശ അധികം എടുത്തിട്ടില്ല. എന്തിനാ കാശ്? രവിയുടെ അച്ഛന് ഇഷ്ടാനുസരണം തരേണ്ടത് ഞങ്ങളുടെ കടമയില്ലയോ? അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എനിക്ക് അവനൊന്ന് കണ്ടിട്ട് ഉടനെ പോണം. അവൻ വരുമല്ലോ അല്ലേ? വരും. ഉച്ചയ്ക്ക് ഇവിടെ വന്നേ ഉള്ളൂ. രവി വന്നല്ലോ. അങ്ങ് ചോദിച്ചു കൊടുക്കുന്നു. ഇവിടുത്തെ വെപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന എവിടെ നന്നായിട്ടുണ്ടോ? രവി അച്ഛൻ വന്നിട്ടുണ്ട്. എപ്പോ? അച്ഛൻ എന്തിനാ വന്നത്? അച്ഛൻ ഉന്നോട്ട് രവി, എന്നിട്ട് മതി വർത്തമാനം. ഒരാളുടെ വെപ്രാളം കണ്ടില്ലേ? നീ ഓടിയോടുന്നു. ഇച്ചിരി ചോറൂടെ. ചോറിങ്ങനെ ഉണ്ണാതെ ഷുഗർ ഉള്ളതാ. അയ്യോ, അച്ഛൻ ഉണ്ണട്ടെ, സമാധാനമായിട്ട് ഉണ്ണട്ടെ. നീ മുറിയിലോട്ട് പോ, അച്ഛൻ അങ്ങ് വരും. നീ ചോറ് വിളമ്പിക്കൊടു മോളെ. അച്ഛൻ നാട്ടിക്കാണ് ഇങ്ങോട്ട് കെട്ടിയിരുന്നത്. നാറാൻ പോകുന്നത് ഞാനാ. കുന്നംകുളത്തുനിന്ന് ആ പെണ്ണിന്റെ അമ്മ വന്നിരുന്നു. കല്യാണം ഉടനെ നടത്താമെന്ന്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടേ? ഉടനെ നടത്താനൊന്നും പറ്റില്ല, നമുക്കൊരു സമയം വേണം. ഉടനെ നടത്താനും പറഞ്ഞു 30,000 രൂപ മുൻകൂർ വാങ്ങിയതോ? അതൊക്കെ ശരിയാ, ഞാനിപ്പോ വണ്ടി വാങ്ങിയല്ലേ ഉള്ളൂ. ഒരു നിലനിൽപ്പാവട്ടെ. അതുവരെ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങി തിരിച്ചു കൊടുത്തേക്കാം. എവിടുന്ന് കൊടുക്കും? വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ 30,000 രൂപ ഈസി ആയിട്ട് കിട്ടും. അച്ഛനത് ശരിപ്പെടുത്ത്. അപ്പൊ ആ കല്യാണം വേണ്ടേ? എന്റെ അച്ഛ, ഇപ്പൊ ഒരു വണ്ടി വാങ്ങിയില്ലേ, ഇനി ഇതിൽ 4 കാശുണ്ടായാ ഇതിനേക്കാൾ നല്ല ബന്ധം നമുക്ക് കിട്ടും. പിന്നെ എന്തിനാ ചീക്കപ്പോർക്ക് വല്ലിക്കുന്ന ആ പെണ്ണ്? നീ എന്നെ കണ്ടോരുടെ തല്ല് കൊള്ളിക്കും. അച്ഛൻ വേഗം പോകാൻ നോക്ക്. ഇനി എന്നെ അന്വേഷിച്ചുകൊണ്ട് വേണ്ട. മാസാമാസം എത്രയെന്ന് വെച്ചാ ഞാനങ്ങോട്ട് അയച്ചു തന്നേക്കാം. പോരെ? മതി. എന്നാ വേഗം പോകാൻ നോക്ക്. ആ ചായക്കടക്കാരിയുടെ ഒരു വാക്ക് വാങ്ങിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അല്ലേ? അച്ഛനെവിടെ? പോയിട്ട് 100 കാര്യങ്ങളുണ്ട്. അച്ഛൻ വല്ലതും ചോദിച്ചോ ഞങ്ങളെ പറ്റി? അച്ഛനെ കണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. 2-3 പ്രാവശ്യം സുമതിയെ അടിമുട്ടി നോക്കുന്ന ഞാൻ കണ്ടു. ഞാനൊന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചതാ സുമതിയുടെ കാര്യം. അയ്യോ, അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് പറയിച്ചോളാം. അങ്ങനെ ഇരുന്നോട്ടെ, ആള് മഹാ ചുണ്ടിക്കാരനാ. അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കും തോന്നി. നിങ്ങൾ എന്ത് പ്രത്യേകം കാണിക്കുന്നത്? ഞാൻ വേണം വെച്ച ആൾക്കാരെ അറിയിക്കും. അറിയിച്ചു. സീത പറഞ്ഞിട്ടാ ഞാനിവിടെ ഒന്നും പറയും. ഈശ്വര, ദയവായിട്ടൊന്ന് പോകും. എനിക്ക് സീതയുടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നും പുറത്തു വരും, ആരും അറിയില്ല. എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോ. സീത എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചു പോയി. സീതയെ കണ്ടിട്ടാണ് ഞാനിവിടെ താമസിച്ചതാണ്. സീത എന്നെ വരക്കരുത്, ഞാനൊരു പാവാണ്. ദയവായി ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കൂടിക്കോട്ടെ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ സീതയെ വിവാഹം കഴിക്കാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? നാശം. പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പോവില്ല. എന്ത് കഷ്ടമാണ് ഈശ്വര. സീതേ, 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 സീതേ.
സുമതി എന്തൊരു ഉറക്ക ഇത്? എന്ത് പണിയാ രവേട്ട? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ രാത്രി എന്നാന്ന് വിളിക്കരുതെന്ന്. രാത്രി ഞാൻ ഇറങ്ങി വരാൻ ഒരിക്കലും വിചാരിക്കണ്ട. ഓ, അത്ര വലിയ ഗമയാണ് വേണ്ട. ബാറ്ററി വെള്ളമുണ്ടല്ലോ അല്ലടാ? ഓ, കൈ കഴുകാൻ ഇച്ചിരി വെള്ളം തരുമോ? എന്നെ മണ്ടനാക്കി വിചാരിക്കണ്ട. ഒരാശ തോന്നിയാൽ രവി നടത്തിയിരിക്കും. പോട്ടെ. ആര്? ആശാനോ? തല നോക്കി. ആ, ആശാനോ? നീ തുടർന്നു വരുന്നു? ഞാൻ പീച്ചിന്ന് വരുവാ. ആശാനിപ്പോ അസുഖമൊന്നുമില്ലല്ലോ? സുഖല്ലേ? പരമസുഖം. ഡോക്ടറുടെ അമ്മ ഒന്നുണ്ടായിരുന്നു, അവരെ പാലക്കാട് വീട്ടിൽ കൊണ്ടാക്കാൻ പോയ. ആശാൻ പിന്നെ എന്തിനാ ജോലിക്ക് പോണേ? ചെലവിനുള്ള കാശ് ഞാൻ അയച്ചിരുന്നല്ലോ. കാശല്ലടാ കാര്യം, ഒന്ന് രക്ഷപ്പെടേണ്ട വീടിന്റെ ഉള്ളിൽ നിന്ന്. രാധ എന്ത് പറയുന്ന ആശാൻ? എന്ത് പറയാ, ജീവനോടെ ഉണ്ട്. വല്ലതും ചോദിച്ചാൽ ഒരു വാക്ക് മിണ്ടും. ഏത് നേരം മുറിയിൽ വാതെടുത്തിരിക്കുന്നത് കാണാം, പുറത്തേക്ക് ഇറങ്ങില്ല. അല്ല, പുറത്തേക്ക് ഇറങ്ങാതിരിക്കണം നല്ലത്. നമ്മുടെ നാട്ടിൽ ഇത്രയും പേരത്തെ കഥാകൃത്തുകളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണം. എന്തൊക്കെ കഥകളാ പറഞ്ഞുണ്ടാക്കണം. ഒക്കെ നിന്നെ കൂട്ടിയാ. അതാ ഞാനിപ്പോ അങ്ങോട്ട് വരാതെ. വരണ്ട, നീയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കും. ഞാനൊരു കാര്യം പറഞ്ഞാ ആശാൻ സമ്മതിക്കൂ? എന്താ? ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആശാനെയും രാധയും വിളിച്ച വന്ന് എന്റെ കൂടെ താമസിക്കും. എന്റെ ഒരു ആശയാണ്. അത് നിനക്കൊരു ഭാരം ആവശ്യമില്ല. ആ ഭാരം എനിക്ക് സന്തോഷമല്ലേ ആശാനെ? ഒറ്റപ്പെട്ടെന്നുള്ള തോന്നല് എനിക്കും ഇല്ലാണ്ടാവും. നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കണമെന്ന് ഞാനും ആലോചിക്കേണ്ടല്ല. നോക്കട്ടെ, ഞാൻ അവളോട് കൂടി ചോദിക്കട്ടെ. കുറച്ചു ദിവസം ഇവിടുന്ന് പോയാൽ തന്നെ മനസ്സിന് കുറച്ച് സുഖം കിട്ടും. ശ്രീധരന്റെ അടുത്താവുമ്പോ അത് നമുക്കൊരു ഉറപ്പാണ്. അന്യൊരുത്തനല്ലല്ലോ. ഞാൻ പറയുന്നത് വല്ല നീ കേൾക്കുണ്ടോ? അതെ, എന്തെങ്കിലും ഒന്ന് പറയേ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനിതിനെ പോണത് സൂഹിക്കാനോ? എല്ലാ സുഖവും സന്തോഷവും എന്റെ മോൾ അച്ഛൻ തന്നല്ലോ, അത് മതി, ധാരാളം. നാരായണൻകുട്ടിയ, നാരായണോ, നല്ല ശൈലിലാണല്ലോ. എവിടുന്ന് കിട്ടി? ചേട്ടാ, ആണുങ്ങളെ അറിയും. പ്രശ്നമില്ല, അമ്മാനിയും പ്രശ്നമല്ല, ശ്രീധരനും പ്രശ്നമല്ല, കുഞ്ഞാലിയും പ്രശ്നമല്ല, അമ്മണിയും പ്രശ്നമില്ല. അവസാനം പറഞ്ഞത് പതുക്കെ പറഞ്ഞാ മതി, ഇല്ലെങ്കിലേ മുതുകത്തി ഇടി വീഴും. ആയ അമ്മണിയോ? അവളോട് പോവാൻ പറയണ. ഇത് വലിയ തൊന്തരമായല്ലോ. അമ്മ കടയിലിരിക്കണ്ട. ആരാടാ പോകല ഈ പണി ചെയ്തു വിട്ടത്? ആ രവിച്ചേക്ക് അരക്കുപ്പി ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്തതാ. അത് മുഴുവൻ പച്ചവെള്ളം കുടിക്കാൻ മാറി കുടിച്ചു കളഞ്ഞു. അവൻ നമ്മുടെ ചെക്കൻ. എന്റെ സുമതിയെ കൊണ്ടുപോകും. കല്ലേടി പാടില്ല, അത് വേണ്ട കേട്ടോ. അമ്മായി ഇല്ലേടാ അവിടെ? അമ്മായും സുമതി രവിച്ചേട്ടും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോയി. ഓ, അത് പറ. ഇല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. ടപ്ലിയുടെ ഗതി. അമ്മ കടയിലൊന്നും ഇരിക്കണ്ട. ഞാൻ വരുന്നില്ല. എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് പഠിക്കണം. ഈച്ചണില്ല, ഈച്ച. ആ ചേച്ചിക്ക് ഉറങ്ങണം. അമ്മ കടയിൽ വന്നിരുന്ന അവർക്ക് പോയി കിടക്കായിരുന്നു. ബാ. അവള് തുടങ്ങിയില്ലടാ, പോയി കിടക്കാൻ പറയടാ. നാരായണകുട്ടിയെ അവിടെ കാണാം, കിടപ്പ്. അമ്മ ബാ. അമ്മാമയ്ക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. വേറെ ഒരു കുട്ടിയൂടെ ഞാനടിക്കാം. മോള് സമാധാനമായിട്ട് കൊടുക്കോ? സമാധാനം? എനിക്കെന്ത് സമാധാനം ഇവിടെ? ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവിടെ ആരുണ്ടായിട്ടാ?
ആരും വേണ്ട. ഇവിടെ എല്ലാരും ഉള്ളതിനേക്കാൾ ഭേദം ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണത്. വിവരക്കേട് പറയുന്നത് കേട്ടോ. അവളെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവോ? അമ്മായി സുമതിയൊക്കെ ഇപ്പോ സുഖമായിട്ടൊന്ന് സിനിമ കാണുന്നുണ്ടാവും. അമ്മാനാണെങ്കിലോ മരണപ്പെട്ടു. എന്നെ തൊടരുത്. ഓടില്ല, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒച്ച വെച്ച ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ടുന്ന ഈശ്വരാ, ദൈവം ഇതെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ആരും ഇല്ലാത്തോളാം. ഞാനുണ്ട്. നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ കൊതിച്ചുപോയി. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നാളെ വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ശരീരത്തിൽ ഞാൻ കൊടുക്കും. സുമതി, നിങ്ങൾ വഞ്ചിക്കല്ലേ? ഓ, അതൊരു തമാശ. നിന്നോട് എനിക്ക് അതല്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത് വേണം. ആ കളി മനസ്സിരിക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയെന്ന് വരില്ല. പറ, സമ്മതമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണില്ല. അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം തന്നെയാണ്. നിങ്ങളുടെ പെരുമാറ്റവും സൂത്രപ്പണികളും. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശരി, എന്നാൽ ഇപ്പൊ നമുക്ക് ജീവിച്ചു കളയാം. എന്റെ ദേഹത്ത് തൊട്ട് അവന്റെ പണ്ട ഞാൻ കുത്തിച്ചോർത്തും. എന്താ ഇവിടെ? എന്താ എന്താ അധികമായി കാണിക്കണേ? എന്റെ ചെക്കനെ തല്ലി കൊല്ലാറാക്കിയോ ദൈവമേ? നാണമില്ലല്ലോ കള്ളേ. എവന്റെ ഇന്ന് കാശ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവം പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ട് വേണോ? വേഗം നിൽക്കുന്നവരെല്ലാം തടിച്ചു കൊടുത്ത് അങ്ങോട്ടോ. പോക്കിരുത്തരം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാം. എന്താ ശ്രീധ പറഞ്ഞു കൊടുക്കടി. എന്റെ മുറി കയറുവൻ നിന്നെ ഒരു കണക്കിന് ഞാൻ ഇറങ്ങി ഓടി. ശ്രീധരേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ അമ്മായി ഒക്കെ വേണയാ. ഞാൻ വെറുതെ ഞങ്ങളെ സിനിമ കാണാൻ ഇരുത്തിയിട്ട് ഇടയ്ക്ക് അവിടുന്ന് മുന്നിട്ട് ഇതിനായിരുന്നു അല്ലേടാ? സിനിമ ഇപ്പൊ ഇവിടെ നടന്നേനെ. എന്റെ മോളെ പറഞ്ഞ് മയക്കിയിട്ട് നിന്റെ മനസ്സിലേക്ക് ഇതായിരുന്നു അല്ലേടാ പട്ടി? അവന്റെ കാരണപ്പെട്ട് രണ്ട് കൊടുക്കുകയല്ലേ. മേലായി പ്രദേശത്ത് കണ്ടുപോകരുത്. വേഗം സ്ഥലം വിട്ടു. എന്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ തന്തക്കുലാനില്ലായിരുന്നു ഇവിടെ. അയ്യോ, തണ്ടക്കുലാൻ യോഗം എതിരില്ല. അയാൾ കിട്ടാൻ രണ്ട് കൊടുക്കണ്ടോ? പോയി കിടന്നുറങ്ങ. ചെല്ലേ കവിഞ്ഞാരേ വാ. ഇതിന് നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണായിട്ട് വരും. പെണ്ണ് ഓടാ.
അതൊക്കെ ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് ഇടതാ. അയ്യോ അതൊന്നും നശിപ്പിക്കല്ലേ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നീ നിന്റെ മുതലാളി എന്റെ മുറ്റത്ത് ചവിട്ടിയ കാല് ഞാൻ വെട്ടും. ഇതൊക്കെ ഈ മുറ്റെടുത്താൽ മതിയോ? ആ പൊട്ടക്കുളത്തിൽ കൊണ്ട് താത്തടാ. അവിടെ കിടന്നോട്ടെ, അവരെടുത്തുകൊണ്ട് പോയിക്കോളും. ദേ ഒരൊറ്റ ചവിട്ട് വന്നാലുണ്ടല്ലോ 4 ആയിട്ട് ഒടിയും. മിണ്ടരുത് ഇവിടെ. അവന്റെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് അനന്തരയുടെ മുറി കയറ്റി വിട്ടിട്ട് അഭിപ്രായം പറയുന്നു. ദൈവദോഷം പറയരുത് അമ്മ. ഇത്തിരി കുടിച്ചത് സത്യമാണ്. അവന്റെ നീ കുടിച്ചിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, സിനിമയ്ക്ക് പോയിട്ട്. ദേ, നോ, ഓ, ഓ. എന്തോ കാണിച്ചു കാണാനാടാ എല്ലാരും കൂടി നിൽക്കുന്നേ. പോയിടാ അവിടുന്ന്. നോക്കി നിൽക്കാതെ പൂട്ടി താക്കൊളിങ്ങില്ല. സുമതി, അയാളുടെ വലയിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി ചേച്ചി. തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാനും പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്നോ ഇറങ്ങാണ്ട് കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ അയാൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത് ഏതെങ്കിലും ആസ്പത്രി കൊണ്ട് തുന്നിരിക്കാൻ ഈ 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയനിപ്പോ. എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂല. എടാ ആശുപത്രി പോയാൽ പോലീസ് കേസാവും. ആവട്ടേന്ന്, അവന് പോലീസിനെ നല്ല 4 ഇടിയിട്ടണം. കേസും കൂട്ടമൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാൽ നമ്മളാട്ടാവില്ലേ? നീ അടക്കം. ഏത് സംഗതി? തേങ്ങാക്കൊല. വണ്ടി ഇടിച്ചത്. ഓ എന്നാ വേണ്ട. ഓ ഓ ഒന്ന് പതുക്കെ കേട്ട്. ഇത് വണ്ടിയിൽ തടിക്ക് കയറി വരണ പോലാണല്ലോ നീ കേട്ടണേ. ഇത് വേദനിച്ചോ? ശ്രീധരോ, നിന്നെ കണ്ടിട്ട് നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ആ ഇയാളോ? വാ അതേക്ക്. വൈകാതെ അവന്റെ കെണിയിപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് സുമതിയായിരിക്കും. ആ സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ട് ഒരു ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. കൈക്ക് വേദനയുണ്ടോ? ആ എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തി കൊണ്ട് മുറിയാൻ പിന്നെ വേദനിക്കാണ്ടിരിക്കും. കുറെ മുറിഞ്ഞു. ഏയ് കുറച്ച്, വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി ആ കാശ് തന്നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെ രക്ഷിച്ചത് മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടണ്ടായിട്ടല്ല. അല്ലാതെ എന്താ ഒരു നിവർത്തി? പുറത്തുള്ളവര് പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പെണ്ണെങ്കിലും വേണ്ട. എന്റെ കയ്യിൽ അതുമില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചിക്കും. അല്ല അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. നിങ്ങളിന്ന് ഞെട്ടിച്ചല്ലോ ശ്രീരേട്ട. പെണ്ണും വേണ്ട പെരക്കോയും വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പം. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണതാ. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. എന്നാൽ കുറച്ച് അത്രയും സമാധാനം.